നിങ്ങളെല്ലാം ആലോചിച്ചതായി ഞാൻ അറിഞ്ഞു. നല്ല സമ്പന്നയായ ഞാൻ എന്തിനാണ്, നല്ല പണമുള്ള ഞാൻ എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ സ്വീകരിച്ചതെന്ന്. എന്നാൽ പറയട്ടെ, നിങ്ങളെല്ലാം മോഹിച്ചതെന്റെ പണമാണ്, നിങ്ങളെല്ലാം മോഹിച്ചതെന്റെ മേനിയാണ്. ഇദ്ദേഹം എന്റെ ഒന്നും ആഗ്രഹിച്ചിട്ട് വന്ന ആളല്ല. ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, നാളെ മുതൽ എന്റെ ഭർത്താവായ അൽ-അമീനിനെ പണമില്ലാത്ത ദാരിദ്ര്യമുള്ള ആളെന്ന് വിളിച്ച് നിങ്ങളാരും കളിയാക്കേണ്ടതില്ല, നിങ്ങളാരും കുറ്റപ്പെടുത്തേണ്ടതില്ല. ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്, ഈ സെക്കൻഡ് മുതൽ എന്റെ മുഴുവനും സമ്പത്ത് അൽ-അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഒരു ചില്ലിക്കാശുമില്ല. ഞാനാണ് ഫഖീർ, ഞാനൊന്നുമില്ലാത്തവൾ. ഈ നിൽക്കുന്ന എന്റെ ഭർത്താവ് എല്ലാമുള്ളവർ. എന്റെ മുഴുവൻ സ്വത്തും ഞാൻ എന്റെ ഭർത്താവിന് നൽകിയിരിക്കുന്നു. നിങ്ങളാകെ കണ്ടൊരു ന്യൂനത, നല്ലവരായ സുമുഖനായ സുന്ദരനായ എല്ലാമുള്ള ഒരാൾ. നിങ്ങൾ കണ്ടത് പണമില്ല എന്നാണ്. അപ്പൊ പണമുള്ള എനിക്കെന്ത് പറ്റിയെന്നാണ്. എന്നാൽ ഞാൻ സ്വീകരിച്ചത് സർവസമ്പൂർണനെയാണ്. നിങ്ങൾ കണ്ട ന്യൂനത പണമില്ലാത്ത ന്യൂനതയാണ്. അത് മുഴുവനും ഞാനിതാ നൽകിയിരിക്കുന്നു. ഐനുൽ കമാലി വൈനുൽ ജമാലി വൈനുൻ നവാലി വൈനുൽ വസ്വാൽ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു റിക്വസ്റ്റ് ഇടക്ക് കൂടി പറയാനുണ്ട്. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ ആരും സ്ത്രീധനം വാങ്ങാൻ ഇത് തെളിവാക്കല്ലേ. ഇത് ഹബീബ് ഡിമാൻഡ് ചെയ്തു വാങ്ങിയതല്ല. ഹബീബിന് വേണമെങ്കിൽ ലോകമാകമാനമുള്ള സ്വത്തുണ്ട്. വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم. അറബ് ലോകത്തുള്ള മാമലകൾ മാടി വിളിച്ചു കനകമായി കൈവെള്ളയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈയൊഴിഞ്ഞതാണ്. പക്ഷേ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് മുഴുവനും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പിന്നെ ഉപകാരപ്പെട്ട പണമാണ്. ഹബീബിന് കൊട്ടാരം ഉണ്ടാക്കാനല്ല, മൂവിംഗ് പാലസ് വാങ്ങാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെലവായത് കൊണ്ടാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വവജദക ആയിലൻ ഫഗ്നാ. ഓ നബിയേ, സമ്പന്നതയില്ലാത്തവരായപ്പോ അവിടുത്തെ സമ്പന്നനാക്കിയില്ലേ നബിയേ. അവിടെ ഖുർതുബി ഇമാം തങ്ങൾ നൽകുന്ന വ്യാഖ്യാനം കണ്ടോ, ഐ അഗ്നാക ബി ഖദീജത റളിയല്ലാഹു അൻഹാ. നബിയെ, തങ്ങൾക്ക് ദഅവത്തിന് ആവശ്യമായ സംഖ്യയില്ലാത്ത സമയമുണ്ടായിരുന്നു. അപ്പൊ തങ്ങളെ സമ്പന്നനാക്കാൻ സമ്പന്നയായ ഖദീജയെ തന്നില്ലേ നബിയേ. ഖുർആൻ ചോദിക്കുകയാണ്, യതീമൻ ഫഹവാ. അവിടുന്ന് അനാഥരായിരുന്നപ്പോ സംരക്ഷണം നൽകിയില്ലേ നബിയേ. സമ്പന്നതയില്ലാഞ്ഞപ്പ സമ്പന്നയായ ഖദീജയിലൂടെ ആവശ്യമുള്ളത് മുഴുവനും നൽകിയില്ലേ നബിയേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച മഹദി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഴുവനും എല്ലാം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഇനി ജീവിതം മുഴുവനും ഹബീബിന് വേണ്ടിയാണ്. ഓക്കെ മർതബാഹെ തേരാ. എത്ര ഉന്നതമായ സ്ഥാനത്തിൽ വിരാജിക്കുന്ന നേതാവാണ് ഹബീബ്. തിരിച്ചറിഞ്ഞു ഖദീജ റളിയല്ലാഹു അൻഹാ.
അകക്കണ്ണുള്ളവർ ആത്മാർത്ഥമായി ആശയങ്ങൾ അറിയുന്നവരാണ്. കണ്ടില്ലേ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തു നിൽക്കുന്ന സയ്യിദ് ബിൻ ഹാരിസ ആരാണ്? പ്രവാചകത്വത്തിന്റെ ആത്മാവിനെ പ്രഖ്യാപനത്തിന് മുമ്പ് തിരിച്ചറിഞ്ഞ ബാലനാണ് സയ്യിദ് ബിൻ ഹാരിസ. അതുകൊണ്ടാണ് സേവകനായി അടുത്തു നിന്നിട്ട് സ്വന്തം പിതാവിനെ മാറ്റിയിട്ട് റസൂലുള്ളാഹിന്റെ കോന്തല പിടിച്ച മനുഷ്യൻ, ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക സ്വഹാബി സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞു ഹബീബാരാണ് പ്രഖ്യാപനത്തിന് മുമ്പ്. അതുപോലെ തിരിച്ചറിഞ്ഞു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തിരിച്ചറിയുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള ജീവിതം, രണ്ട് ഭർത്താക്കന്മാരോടൊപ്പം യൗവനത്തിന്റെ വൈവാഹിക സുഖമറിഞ്ഞെങ്കിലും ഇതോ ലോകമാകമാനമുള്ള സർവഗുണ സമ്മേളനത്തിന്റെ സമീക്ഷയായ പ്രിയപ്പെട്ട സന്തത സഹചാരിയായ ജീവിതത്തിന്റെ ഭാഗം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തറുതേക്കാതെ സുഗന്ധമുള്ള നേതാവ്, സുസ്മേരവദനരായി മാത്രം ജീവിച്ച നേതാവ്. ആ നേതാവിനെ കിട്ടുന്ന പെണ്ണിനുണ്ടോ മതിയാകുന്നു? ഖദീജ റളിയല്ലാഹു അൻഹ മുഴുസമയ സേവനത്തിലാണ്. പിന്നെ ഇന്റർനാഷണൽ ബിസിനസ്സിനൊന്നും ഇടപെട്ടിട്ടില്ല. ചരിത്രം വായിച്ചിട്ട് അങ്ങനെ കാണാനേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ച ശേഷം പിന്നൊരു യാത്രാ സംഘത്തെയും വിട്ടില്ല, പിന്നൊരു കച്ചവടത്തിനും ഇറങ്ങിയില്ല. ഹബീബിന്റെ സേവനത്തിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ. കാരണമേതാണ്? അല്ലാഹു തആല നിശ്ചയിച്ച ദൗത്യത്തിന്റെ രാജാവിനെ കലവറയില്ലാത്ത സഹകരണം കൊടുക്കാനുള്ള നിയോഗം. എന്തൊരു ഭാഗ്യമാണ് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയത്. ഏതായാലും ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വിവാഹ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അതാ പിറക്കുന്നു ഖാസിം എന്ന പൊന്നുമോൻ. പ്രവാചക കുടുംബത്തിലെ പ്രഥമ കുസുമമാകുന്ന ഖാസിം ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് ജനിച്ചു വീഴുകയാണ്. അന്ന് സേവനം ചെയ്ത പെണ്ണിന്റെ പേര് സൽമ എന്നാണ്. ആരെ? ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രസവ പരിചരണത്തിനു നിന്ന പെണ്ണ്, സൂതി കർമ്മിണിയായി നിന്ന പെണ്ണ്. ആരാണ്? സൽമ എന്ന പെണ്ണാണ്. ഇത് വായിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിൽ വരണം. ഞാൻ പറയുന്നത് മഹാത്മജിയുടെ ചരിത്രമല്ല, ഞാൻ പറയുന്നത് ഇന്നലെയോ മെനയാനോ കഴിഞ്ഞു പോയ ഒരാളുടെ ചരിത്രമല്ല. ഞാൻ പറയുന്നത് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്ത് കഴിഞ്ഞു പോയ ലോകഗുരുവായ പുണ്യനബിയുടെ ചരിത്രമാണ്. ആ ഹബീബിന്റെ വീട്ടിലെ വീട്ടുകാരിയുടെ പേര് കൃത്യമായി ചരിത്രം അടയാളപ്പെടുത്തുകയാണ്. ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിലേക മനുഷ്യൻ. ഇതുപോലെ വേറൊരാള് ചരിത്രത്തിലില്ല. കൃത്യമായി ചരിത്രം അടയാളപ്പെടുത്തപ്പെട്ട നേതാവ് വേറെ ആരാണ്? ഇത് വായിക്കുമ്പോഴല്ലാതെ പിന്നേത് വായിക്കുമ്പോഴാണ് ആനന്ദത്താൽ ഹൃദയം ആറാടേണ്ടത്? ചരിത്രം സൃഷ്ടിക്കാൻ നെട്ടോട്ടമോടുന്ന മതാചാര്യന്മാർ, ചരിത്രമില്ലാതെ കടന്നുകൊണ്ട് നിലവിളി ഉയർത്തുന്ന സൈദ്ധാന്തികന്മാർ, സാമൂഹിക ബന്ധങ്ങളില്ലാത്ത കേവലം വരുന്ന ജാടകളുടെ ആളുകൾ. അപ്പോഴാണ് നമ്മുടെ നേതാവിനെ അറിയേണ്ടത്. മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം സമ്പൂർണമാണ് മോനെ. ഇതുപോലെ ചരിത്രം അറിയിക്കാൻ ലോകത്തൊരു നേതാവുമില്ല. അത്ര നല്ലൊരു നേതാവിനെ കിട്ടിയിട്ട് നിനക്ക് പിന്തുടരാൻ വയ്യ. ഏതോ ചില ആളുകളുടെ, ഏതോ ചില സിനിമാ സ്റ്റാറുകളുടെയും സ്പോർട്സ് സ്റ്റാറുകളുടെയും പിന്നിൽ ജീവിതം ഹോമിക്കുന്ന ചെറുപ്പക്കാരാ, നീ എന്തുകൊണ്ട് ഹബീബിനെ അറിയുന്നില്ല? സമ്പൂർണമായ ജീവിത വ്യവസ്ഥിതി അടയാളപ്പെടുത്തിയ ലോക നേതാവിനെ അറിയാതെ താൽക്കാലിക ജന്തുക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന ബുദ്ധിശൂന്യനായ യുവാവേ,
മടങ്ങി വരിക ഇസ്ലാമിന്റെ മഹിതമായ വഴിയിലേക്ക്. എനിക്ക് തുടരേണ്ട മാതൃക ആരുടേതാണ്? നല്ലതു മാത്രം സമ്മാനിച്ച നേതാവിന്റെ മാതൃക, ലോകത്തിന് നല്ല നിവേദ്യം മാത്രം നൽകിയ നേതാവിന്റെ മാതൃക. ഖുദാ കീ റസാ ചാഹ്തേ ഹേ ദോ ആലം, ലോകമാകമാനം ആശിക്കുന്നത് അല്ലാഹുവിന്റെ പ്രീതിയാണ്. ഖുദാ ചാഹ്താ ഹേ റസായേ മുഹമ്മദ്, അല്ലാഹു തആല ഡിമാൻഡ് ചെയ്യുന്നത് റസൂലുള്ളാഹിന്റെ പ്രീതിയാണ്. അപ്പോഴാ പ്രീതിയുടെ നേതാവിനെ നീയൊന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. ആ ചരിത്രം മക്കൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് രാവിലെ കൈപിടിച്ചിട്ട് LKGയിലേക്കുള്ള ബസ്സിൽ കയറ്റിവിട്ട ഉമ്മ, നിന്റെ മോന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് റസൂലുള്ളാഹിനെ ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ സന്ധ്യക്ക് ടിവിയുടെ മുമ്പിലിരുന്നപ്പോൾ അവൻ പഠിച്ചതൊരു ഫിലിം സ്റ്റാറിനെയാണ്. അവനത് പ്രാക്ടിക്കലി പ്രയോഗിക്കാൻ പോണത് ആ സ്റ്റാറിനെയാണ്. ആ ഇളം മനസ്സിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് മഹനീയരായ പ്രവാചകരെ ആയിരുന്നു. മറന്നുപോയോ മോളെ? അങ്ങനെ മോള് മറന്നുപോയപ്പോഴാണ് മോളുടെ മോൻ പള്ളിക്കൂടത്തിൽ പോയിട്ട് വൈകുന്നേരം വണ്ടിയിൽ ഇറങ്ങുമ്പോ ഇന്നലെ കണ്ട സിനിമയിലെ ചില സീനുകൾ പ്രാക്ടിക്കലാക്കാൻ ആരെയും കിട്ടാനില്ല. വരട്ടെ LKGയിലെ മറ്റൊരു മോള് കൈപിടിച്ചിട്ട് കുളക്കടവിലേക്ക് പോയിട്ട് മാനത്ത് കണ്ണിയെ കാണിച്ചു കൊടുക്കുമ്പോഴേക്ക് അവന്റെ മനസ്സിൽ നിന്ന് ദുഷ്ടവിചാരങ്ങൾ വഴിഞ്ഞൊഴുകുന്നത്. എത്ര വൃത്തികെട്ട സംസ്കാരം! ഇന്നലെ മെനിഞ്ഞാന്നൊക്കെയുള്ള നമ്മുടെ മലയാളത്തിലെ പ്രമുഖ പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജ് മുഴുവനും വൃത്തികെട്ട ന്യൂസുകൾ കൊണ്ട് ഗത്യന്തരമില്ലാത്ത ആരുടെയോ ചില എഴുത്തുകളാണ്. അതുകൊണ്ട് പരസ്യങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഈ സമൂഹത്തിന്റെ ഇളം മനസ്സുകളെ മലിനമാക്കിയവരെ, ആ പേടകങ്ങൾ മുഴുവനും മാറ്റിവെച്ചിട്ടാണ് ചാരിത്ര പ്രസംഗം നടത്തേണ്ടത്. ഈ ഇളം മനസ്സുകളുടെ ഉള്ളിലേക്ക് വൃത്തികേട് വരാതിരിക്കാനാണ് പണ്ടേ മതപ്രസംഗത്തിൽ ടിവിയെ പിശാചിന്റെ പെട്ടിയാക്കിയത്. ഇപ്പൊ ചിലർക്ക് തോന്നി കോതമംഗലത്തെ 10 വയസ്സുകാരൻ വഴിവിട്ടു പോകാനുള്ള കാരണം പിതാവിന്റെ ബ്ലൂ ഫിലിം. സ്വന്തം മാതാവിന്റെ ജീവിത രഹസ്യങ്ങളെ പകർത്തിയിട്ട് പണമുണ്ടാക്കുന്ന മക്കളുള്ള കാലം. അപ്പുറത്തെ മുറിയിൽ കിടക്കുന്ന പെങ്ങളുടെ സീനുകൾ ഇപ്പുറത്തെ കമ്പ്യൂട്ടറിലേക്ക് പകർത്തിയിട്ട് പണമുണ്ടാക്കുന്ന ആങ്ങളയുടെ കാലം. അധ്യാപനം നടത്തുന്ന അധ്യാപികയുടെ സ്വകാര്യ മേഖലകളെ സൂക്ഷ്മദർശിനി കൊണ്ട് പകർത്തിയെടുത്തിട്ട് ആസ്വദിക്കുന്ന ശിഷ്യന്മാരുള്ള കാലം. ഇനി എങ്ങോട്ടാ മനുഷ്യ നിന്റെ സാങ്കേതിക മുന്നേറ്റത്തിന്റെ നൂലാമാല പറഞ്ഞ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? പണ്ടൊക്കെ അഡ്വാൻസ്ഡ് മോഡേൺ ആധുനികതയും അത്യാധുനികതയും പറഞ്ഞിട്ട് മതാധ്യക്ഷന്മാരെ അവഹേളിച്ചവരെവിടെ പോയി? എവിടെങ്കിലും ഇസ്ലാമിനെതിരെ കാമാന്ന് മിണ്ടിയാൽ 1000 പേരെടുക്കുന്ന മലയാളത്തിലെ ബുദ്ധിജീവികൾ മുഴുവനും മരിച്ചുപോയോ? നിങ്ങൾ ആലോചിക്കണം. ചില മാസികകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ട് വളരാൻ മാത്രം. ഇവിടെ കുത്തക പ്രസാധകരുടെ മാസികകൾ, കുതിരയും ആനയൊക്കെ പേരിട്ടിറങ്ങിയ മാസികകൾ, അവർ ജീവിക്കുന്നത് ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇസ്ലാമിന്റെ ദർശനങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ട് ഇവിടെ കൂടെ കടൽ കിഴവന്മാരായ ബുദ്ധിജീവികളുണ്ട്. ആലോചിച്ചു പോയിട്ടുണ്ട് പലപ്പോഴും. എവിടെങ്കിലും ഇസ്ലാമിനെതിരെ ജിഹാദ്, എക്സ്ട്രീം തീവ്രവാദം, ഉഗ്രവാദം, വിദണ്ഡവാദം, സ്ഫോടനം ഇതൊക്കെ എഴുതാൻ പേനയെടുത്ത ബുദ്ധിജീവികൾക്കൊന്നും ഈ പാവപ്പെട്ട പിഞ്ചോമന മക്കൾ വൃത്തികേടിലേക്ക് പോയിട്ട് ഒന്നും എഴുതാനില്ല. മാത്രമല്ല ഇവിടുത്തെ പത്രങ്ങൾക്കൊക്കെ ഒരു സംസ്കാരമുണ്ട്. ഇസ്ലാമിനെ എതിർത്താരെങ്കിലും എഴുതി അതിന് ആൻസർ കൊടുക്കാനൊരു ലേഖനത്തിനുള്ള മനസ്സില്ലാത്ത പത്രങ്ങളാണ്. പിന്നൊന്നുകൂടിയുണ്ട്. നിങ്ങൾ ആലോചിക്കണം. ഇവിടെ സമീപകാലത്ത് വന്ന സ്ത്രീപീഡന കേസുകൾ മുഴുവനും പുരുഷനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളെ വരാറുള്ളൂ. എന്നാൽ 110 പ്രാവശ്യം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഈ പെങ്കൊച്ചെന്നാ മിണ്ടാതിരുന്നതെന്ന് ചോദിക്കാനൊരു പത്രങ്ങളുമില്ല. നിങ്ങൾ വായിച്ചപ്പോൾ വിലയിരുത്തിയൊന്നും എനിക്കറിയില്ല. 50 പേരുടെ കൂടെ ജീവിക്കേണ്ടി വന്നപ്പോഴും അവൾ എന്തുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞില്ല എന്ന് ചോദിക്കാൻ ആളില്ല.
വഴിവക്കിലൂടെ മുക്കാൽ നഗ്നയായി നടന്ന പെണ്ണിനെ ഏതോ ഒരുത്തൻ ചാടിപ്പിടിച്ചപ്പോ എന്താ പെണ്ണെ തുണി എടുക്കാത്തതെന്ന് ചോദിക്കാൻ ഇവിടെ നീതിപീഠങ്ങളില്ല. അപ്പോൾ തലതിരിഞ്ഞ വായനകൾ മാത്രം നടക്കുന്നൊരു ലോകത്തെ വൃത്തികെട്ട ചിത്രങ്ങൾ കാണാൻ നിയോഗിക്കപ്പെട്ടവരാണ്. മടങ്ങി വരണം. ഇതിനൊക്കെ പരിഹാരം ഒന്നേ ഉള്ളൂ. ആത്മീയതയുടെ വഴിയിലൂടെ നമ്മുടെ മക്കളെ പരിചരിച്ച് ആധ്യാത്മികതയുടെ രസവും രുചിയും അവരെ കൊണ്ട് പഠിപ്പിക്കണം. മോനെ, കാണുന്ന ചിത്രങ്ങളുടെ ഛായാമേഖലകളല്ല നിന്നെ കീഴടക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ ജീവിപ്പിക്കേണ്ടത് മദീനയിലെ രാജാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരാൻ ലോകത്തെ ആകമാനം മാടി വിളിക്കണം. വരാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖാസിം എന്ന പൊന്നുമോന് ജന്മം കൊടുത്തപ്പോ അതാ കയ്യിൽ വെച്ച് താരാട്ട് പാടുന്ന പ്രിയപ്പെട്ട മാതാവ് ഖദീജ വേറെ 3 മക്കൾക്ക് ജന്മം കൊടുത്ത് താരാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ഇതാരുടെ മകനാണ്? അതുല്യമായ വ്യക്തിപ്രഭാവത്തിന്റെ രാജകിരീടങ്ങളിൽ വിരാജിച്ചു കൊണ്ടിരിക്കുന്ന ലോകോത്തരമായ ലോകത്തിന്റെ മുഴുവനും നേതാവിന്റെ പൊന്നുമോനാണ്. ഹബീബിന്റെ ഭാഗമായ ഖാസിമിനെ മടിത്തട്ടിൽ വെച്ച് താരാട്ട് പാടിയിട്ട് അമ്മിഞ്ഞ കൊടുത്ത് ആശ തീരുന്നതിന് മുമ്പ് മോനങ്ങ് മരിച്ചുപോയി. ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്നുണ്ടേ. അപ്പോഴാണ് പൊന്നുമോൻ മരിച്ചുപോയ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വരുമ്പോ ഖദീജ പറയുകയാണ്, അല്ലയോ നബിയേ, അൽ അമീനായ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ എൻ്റെ മോന് പാല് കൊടുത്ത് ആശ തീർന്നിട്ടില്ല, അതിനു മുമ്പങ്ങ് മരിച്ചുപോയല്ലോ. സാന്ത്വനത്തിന്റെ നിറനിധി കൊണ്ട് മനസ്സിൽ നിന്ന് മധുവൊരുക്കി കൊടുത്ത പ്രിയപ്പെട്ട ഭർത്താവായ അല്ലമീൻ പറയുകയാണ്, മോളെ വിഷമിക്കണ്ട, സ്വർഗത്തിൽ അമ്മിഞ്ഞ ഊട്ടാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടേ. എന്തു നല്ല മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തിന്റെ 5-ാം വർഷം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു മെമ്പർ വരുന്നു. അതാ 2ാമത്തെ ജന്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത മോള് സൈനബ് റളിയല്ലാഹു അൻഹാ. പിന്നെയും ആ കുടുംബത്തിലേക്ക് വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ റുഖിയ വരികയാണ്. പിന്നീട് വരുന്നു ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നു പെൺമക്കൾ 4 പേർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ. ആ വലിയ കുടുംബം, ചെറിയ കുടുംബം, മഹത്വമുള്ള കുടുംബം, മഹാത്മ്യത്തിൽ വലുതാണ്. അംഗസംഖ്യ 5 അന്നത്തേത് വെച്ച് നോക്കുമ്പോ ചെറുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാത്സല്യ നിധികളായി വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ചരിത്രത്തിന്റെ ഒരുപാട് പേജുകൾ മറിച്ചിട്ടുകൊണ്ട് പറയട്ടെ, മാതാവ് ഖദീജ പറയുന്നു, മകൾ സൈനബിന് വിവാഹത്തിന്റെ സമയമായല്ലോ. നമ്മളോട് ചാർച്ച ബന്ധമുള്ള അംർ ഇബ്നുൽ ആസ് ഇബ്നുർ റബീഅ്, അബുൽ ആസ് ഇബ്നുർ റബീഇനെ കൊണ്ടൊന്ന് വിവാഹം ചെയ്താലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മതമായി. ഇന്ന് ഭ്രൂണഹത്യകൾ നടത്തുന്ന പുതിയ യുഗത്തോട് പറയാം, പെണ്ണ് ജനിക്കുമ്പോഴേക്ക് തല കുനിക്കുന്ന തലമുറയുടെ മുമ്പിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെൺമക്കളുടെ മാതാപിതാവെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ നടക്കുന്നത്. അന്നൊരു പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ വാപ്പ ഇങ്ങനെ തലയും കുനിച്ചാ നടക്കുക, ചിലപ്പോ കുഴി കൊണ്ടുപോയി മൂടിയിട്ടാണ് നടക്കുക. ആ സമുദായത്തിന്റെ മുമ്പിലാണ് പെൺകൊടികളുടെ അവകാശത്തിനു വേണ്ടി ജീവിച്ച നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ ഫെമിനിസ്റ്റ് ദ്രോഹികൾ മുഴുവനും തോളിൽ കയറാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിന്റെ തോളിലാണ്, റസൂലുള്ളാഹിന്റെ സിദ്ധാന്തത്തിന്റെ മേലെയാണ്. ഒന്നാലോചിക്കണം, കുഴിമാടത്തിൽ കിടന്ന പെണ്ണിനെ പൊടി തട്ടിയെടുത്ത് അരമനയുടെ മുകളിൽ നിർത്തിയിട്ട് തൊടണമെങ്കിൽ വിവാഹ മൂല്യം കൊടുക്കണമെന്ന് പഠിപ്പിച്ച നേതാവിനേക്കാൾ വലിയ വിപ്ലവകാരിയുണ്ടോ? വലിയ മോചനം നൽകിയ നേതാവുണ്ടോ? ഒരു നേതാവിനെയും കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ വിപ്ലവം നടത്തിയ ഒരു നേതാവിനെ സ്ത്രീമോചനത്തിന് വേണ്ടി കാണില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോളെ, ഇസ്ലാമിലെ സഹോദരി, നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശം നൽകിയ നേതാവാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്നും ആ റസൂലുള്ള നൽകിയ സ്വാതന്ത്ര്യത്തിന് ജീവിക്കുന്നവരാണ് നിങ്ങൾ. എന്നിട്ട് പെൺകൊടികൾ അടിവയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അബോർഷൻ നടത്താൻ ആഗ്രഹിക്കുന്ന പെങ്ങളെ, നീ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളെക്കാളും ദോഷിയാണ്, ദ്രോഹിയാണ്. കാരണം അവർ ജനിച്ച് വീണിട്ട് വെളിച്ചം കാണാനെങ്കിലും അവകാശം കൊടുത്തിരുന്നു. നീ ജനിക്കുന്നതിന് മുമ്പ് അബോർഷൻ നടത്തുകയല്ലേ? പെണ്ണിന്റെ വിരോധി എന്ന് പെണ്ണ് തന്നെയാണ്. ഓരോ മെഡിക്കൽ കോളേജിന്റെ പിന്നിലും നടക്കുന്ന അബോർഷന്റെ ലിസ്റ്റ് നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. ഇപ്പോൾ ആ കണക്കിലേക്കും വിശദാംശത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഭീതിതമായ റിപ്പോർട്ടുകളാണ്. അടിവയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജ്യൂസ് അടിച്ച് കളയാൻ ശ്രമിക്കുന്ന പെങ്ങളെ, നീ പെണ്ണല്ലേ? നിനക്കു ജന്മം നൽകിയ അല്ലാഹു നിന്നിലൂടെ മറ്റൊരു പെണ്ണിന് ജന്മം നൽകുമ്പോ നീ അതിന് തടസ്സം സൃഷ്ടിച്ച് സമരം ചെയ്യുകയാണോ? ആലോചനയില്ലാത്ത പുതിയ തലമുറയാണ്. ഇത് പറയുമ്പോ ഞാനൊരു ചെറിയ വിദ്യാർത്ഥിയാണ്, അന്വേഷകനാണ്, അതോടൊപ്പം ഒരു സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന ആളാണ്. എന്റെ അടുക്കലേക്ക് 85 വയസ്സുള്ള ഒരാൾ ഒരു ദിവസം കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് കുറെ വർത്തമാനങ്ങൾ അങ്ങ് പറഞ്ഞു. ഉസ്താദേ, അദ്ദേഹം പറഞ്ഞു, എന്റെ മകന്റെ പ്രായമേ നിങ്ങൾക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ ഹബീബേനെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനുഭവങ്ങൾ കുറെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ 85 കൊല്ലത്തെ ജീവിതം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, ഞാൻ വലിയ ദ്രോഹം ചെയ്തു പോയി. എന്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോ 3 മക്കളെ ഞാൻ കൊന്നുകളഞ്ഞു. എനിക്ക് തൗബയുണ്ടോ? ഇത് പുസ്തകത്തിൽ വായിച്ച കഥയല്ല ഞാൻ പറയുന്നത്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു പിതാവ് എല്ലാം കഴിഞ്ഞു ഇനി മരിക്കാൻ സമയമായി എന്ന് ചിന്തിച്ചപ്പോ അദ്ദേഹം വന്നിട്ട് പറഞ്ഞൊരു നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്റെ അറിവിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം ആ ദുആ ചെയ്തുകൊണ്ട് വന്ന ഒരു തൗബ തേടി വന്ന മനുഷ്യനാണ് ഞാൻ പറയുന്നത്. അയാൾക്ക് അങ്ങനെ പശ്ചാത്താപബോധമുണ്ടായി വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് അല്ലാഹു തആല അതിന് പകരം ഒരു ശിക്ഷയും നൽകിയിട്ടുണ്ട്. എന്റെ മക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോള്, ആ മകളുടെ ഭർത്താവ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകൻ, അവരുടെ മക്കൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കൾ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് മടങ്ങുമ്പോ അവർ ആക്സിഡന്റിൽ അങ്ങ് മരിച്ചുപോയി. 3 പേര് ആക്സിഡന്റിൽ മരിച്ചുപോയി. ഞാൻ അപ്പ ആലോചിച്ചു, റബ്ബേ, എന്റെ ഭാര്യയുടെ അടിവയറ്റിൽ നിന്ന് 3 മക്കളെ ഞാൻ കൊന്നിട്ടുണ്ട്, അതിന് ശിക്ഷയാണോ? ഇതൊന്നും ഒരു പുസ്തകത്തിൽ വായിച്ച കഥയല്ല, എന്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞ നേരിട്ടുള്ള അനുഭവമാണ്. വ്യക്തിയെ പറയുന്നത് പരദൂഷണമാകുമല്ലോ, വിഷയം പറയേണ്ടതല്ലേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ എത്രയോ ആളുകൾ ഹിംസ നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ അടിവയറ്റിൽ അനക്കം വെച്ച പെൺകുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തിട്ട് നീ റബ്ബിന്റെ ഏതനുഗ്രഹമാണ് തേടുന്നത്? റബ്ബ് സഹായിക്കുമോ? ലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. എനിക്ക് പിറക്കുന്ന കുട്ടി പെണ്ണായി പോയാൽ പൊരേടം വിറ്റാലും കെട്ടിക്കാൻ കഴിയില്ല, തറവാട് വിറ്റാലും വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചല്ലേ മോളെ നീ അവളെ കൊന്നുകളഞ്ഞത്? നിനക്ക് നാളെ അങ്ങ് മാരാരോഗം വന്നാൽ നിന്റെ തറവാട് മുഴുവനും വെച്ചിട്ട് ചികിത്സിച്ചാലും രോഗം മാറുമോ മോളെ? അതിന് കൂട്ടുനിൽക്കുന്ന ഭർത്താവേ,
നിനക്ക് ആരോഗ്യം തന്ന റബ്ബ് നാളെയും നിന്നെ കിടത്തി കളഞ്ഞാൽ അതിനൊക്കെ ആരോഗ്യം തരാൻ ലോകത്തൊരു ഡോക്ടർക്കും സാധ്യമല്ല, ഒരു ഭരണാധികാരിക്കും കഴിയില്ല. നീയും മറന്നുപോയോ? അടുത്ത് ഞാൻ വേറെ ഒരു വാർത്ത കേട്ടു. ഒരു സഹോദരിയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്താ കാരണം? ഭാര്യ പെറ്റ 3 പെണ്ണായി പോയതാണ് കാരണം. എടാ, നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലേ? ലോകാധികാരിയായ പടച്ചവനിൽ വിശ്വാസമില്ലേ? അത്തരം അന്ധവിശ്വാസങ്ങളിൽ നീ പെട്ടുപോകേണ്ടതില്ല. റബ്ബിൽ വിശ്വാസമുള്ളവർക്ക് ഇതൊന്നും വിഷയമല്ല. കാരണം റബ്ബ് കിടത്തിയാൽ എഴുന്നേൽക്കാൻ ഒരാൾക്കും കഴിയില്ല, റബ്ബ് നടത്തിയാൽ കിടത്താൻ ഒരാൾക്കും കഴിയില്ല. ഈ വിശ്വാസത്തോടെയാണ് വരേണ്ടത്. ആധുനിക സമൂഹം അന്ധകാരത്തിലൂടെയും അരുതായ്മയിലൂടെയും എവിടെയൊക്കെയാണ് എത്തുന്നത്. അതുകൊണ്ട് വരൂ മോനെ, ഇലാ മദ്റസത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലേക്ക് വരൂ. റസൂലുള്ളാഹിന്റെ 4 പാടും 4 പെൺമക്കളാണ്. നാളെ പെൺമക്കൾ ഉണ്ടാകരുതെന്ന് ആശിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ ഉള്ള പൊന്നു മോനങ്ങ് നേരത്തെ മരിച്ചു പോയപ്പോഴും 4 കുസുമങ്ങളെ പോലെ പെൺമക്കളെ കൊണ്ടു നടന്ന് മാതൃക കാണിച്ച നേതാവ്, പൊന്നു പെങ്ങളെ, നമ്മുടെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെപ്പോലെ പരവതാനിയിലല്ല, പട്ടുമെത്തയിലല്ല, ആനുകൂല്യങ്ങളിലല്ല. ഇനി ഇസ്ലാമിക ദഅവത്തിന്റെ തീജ്വാലകളിലാണ് ഈ 4 മക്കളും വരുന്നത്. ഉമ്മു കുൽസൂം, റുഖിയ്യ, സൈനബ്, ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. സൈനബ് റളിയല്ലാഹു അൻഹുവിനെ അബുൽ അസ് ബിൻ റബീഅ വിവാഹം ചെയ്തു. അബൂലഹബിന്റെ 2 മക്കൾ ഉത്ബത്തും ഉതൈബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുഖിയ്യ, ഉമ്മു കുൽസൂം എന്നീ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ വരുന്നു ലോകത്തിന്റെ നായകത്വം ഏറ്റെടുക്കാനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം. എന്താ വരുന്നത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. ആകാശം ഭൂമിയോട് ചുംബനം കൊടുക്കുകയാണ്. അതിന്റെ ഇടയിൽ ഹബീബ് ചേർത്തു കൊടുക്കുകയാണ്. അതാണ് ഹിറാ ഗുഹയിലേക്ക് ഏകാന്തത ആഗ്രഹിച്ച് പല സമയത്തും ഇരിക്കുന്ന ഭർത്താവ്. വിശദമായി ഞാൻ കടക്കാൻ ഈ അധ്യായത്തിൽ സമയമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ കൂടെ കുറച്ചുകൂടി സഞ്ചരിക്കണമല്ലോ. അതുകൊണ്ട് ക്ഷമിക്കണം. അതാ കണ്ടില്ലേ, അന്തില്ലദീ ദസ്തർതിഹി സമ്മൽതിഹി അന്തില്ലതീ യാസർതി ഖൈറൽ മുർസലീൻ അന്തില്ലതീ ഖദ് കുന്തി ഉലാമൻ തലത് ഇഖ്റ വ അന്തി കുന്തി ഔല സാജിദീൻ. അപ്പോഴാണ് ലോകഗുരുവിനോട് ചുംബനം കൊടുക്കാൻ മാനത്ത മലാഖമാര് സുസ്മേരവദനരായി പ്രഭാഗിരിയിലേക്ക്, പ്രകാശഗിരിയിലേക്ക് വരുന്നു. ജബലുൻ നൂറിന്റെ ഉന്നതിയിലുള്ള ഹിറാ ഗഹ്വന്തരത്തിൽ ഏകാന്ത ധ്യാനത്തിലിരിക്കുന്ന ലോകഗുരുവിന്റെ അടുക്കലേക്ക്. അതിന്റെ മുമ്മേ ആയിഷ ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ കാണുന്ന സ്വപ്നങ്ങളെല്ലാം മിസ്ല ഫലഖിസ് സുബ്ഹി, പ്രഭാതം പൊട്ടിവിടരും പോലെ യാഥാർത്ഥ്യമാവുകയാണ്. കണ്ട സ്വപ്നം അപ്പടി പുലരുകയാണ്. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത്. ദിവ്യമായ പല സന്ദേശങ്ങളും വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സംവേദനങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകാര്യതയിലൂടെ നിൽക്കുമ്പോഴാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നെ കടക്കാം. ആ വന്നത് മലക്കാണോ, ആ വന്നത് പിശാചാണോ അറിയാൻ ഒരു അന്വേഷണം പണ്ഡിതോചിതമായി നടത്തുന്നുണ്ട്. അതിന്റെ ഇടയിൽ നടന്നൊരു സംഭവം അതാ ഇബ്നു കസീർ അസ്സീർ അൻ-നബവിയിൽ പറയുന്നത് കാണാം.
അത് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നു ഞാൻ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന രംഗം, ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുന്ന രംഗം, അതെല്ലാം നാളെ നമുക്ക് ഓടിച്ചെന്ന് പറഞ്ഞിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മൗലിദിലൂടെ ഹുജൂൻ താഴ്വരയിൽ ചെന്നിട്ട് ഈ അധ്യായം നിർത്തണമെന്ന് ആശിക്കുകയാണ്. അല്ലാഹു അറിവും ആയുസ്സും തൗഫീഖും നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ, എൻ്റെ അടുക്കൽ മലക്കുൽ അമീനാണോ വന്നത്, പിശാചാണോ വന്നത് തിരിച്ചറിയാൻ ഖദീജ ബീവി ഒരു പരീക്ഷണം നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പറഞ്ഞു, നബിയേ, തങ്ങളടുക്ക ജിബ്രീൽ വരാൻ നേരം എന്നോടൊന്ന് പറയണം. അതേ, പറഞ്ഞോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ ഖദീജ, മലക്കിതാ വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്ക പറഞ്ഞു, എൻ്റെ വലത് സൈഡിലൊന്ന് ഇരിക്കണേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ വലത് സൈഡിൽ ഇരുന്നു. നോക്കൂ നബിയെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇടത് സൈഡിലേക്കൊന്ന് ഇരിക്കൂ നബിയെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. മുൻഭാഗത്തേക്കൊന്നിരിക്കൂ നബിയെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പോഴാണ് അതാ ലോകഗുരുവിന്റെ പുണ്യവതിയായ ഖദീജ റളിയല്ലാഹു അൻഹ തലയിൽ കിടക്കുന്ന തട്ടം അല്പമൊന്ന് നീക്കിയിട്ട് ചോദിച്ചു, ഇപ്പോൾ കാണുന്നുണ്ടോ നബിയേ? ഹബീബ് പറഞ്ഞു, ഇല്ല മോളെ, ഇതുവരെ കണ്ട മലക്കിനെ കാണാനില്ല. അപ്പോഴാണ് മറുപടി വരുന്നത്, എന്നാൽ ഉറപ്പിച്ചോളൂ പ്രിയപ്പെട്ട വല്ലഭ, വന്നത് പിശാചല്ല, മലക്കു തന്നെ. മലക്കായതുകൊണ്ടാണ് അപ്പുറോ ഇപ്പുറോ നോക്കിയപ്പോ കാണാൻ പറ്റിയത്. പെണ്ണിന്റെ തലയിലെ തുണി നീങ്ങിയപ്പോ പിശാചാണെങ്കിൽ അടുത്തേക്ക് വരുമായിരുന്നു. മലക്കായതുകൊണ്ടാണ് മാറിപ്പോയത്. അതുകൊണ്ട് നബിയേ, അത് പിശാചല്ല, മലക്കു തന്നെ. ഇതെന്റെ വകയല്ല, ഇബ്നു കസീർ സീറ നബവിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഉമ്മമാരെ, ഞാനിത് ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ നഗ്നശിരസ്കരായും അർദ്ധനഗ്നകളായും ഒക്കെ നടക്കുമ്പോ നിങ്ങളുടെ കൂടെ വരാൻ കാരുണ്യത്തിന്റെ മലക്കുകളില്ല. കഠോരമായ ശിക്ഷയ്ക്ക് വഴിവെക്കുന്ന പിശാചുക്കളെ ഉള്ളൂ. അതുകൊണ്ട് വരൂ, ഈ ചരിത്രം പറയുന്നത് ഒരു കഥ കേട്ട് പിരിയാനല്ല, കഥ പറഞ്ഞു തീർക്കാനല്ല. ഇതിൽ നിന്ന് ചരിത്രത്തിന്റെ ദർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് മാതൃകായോഗ്യമായ ജീവിതം നയിക്കാനാണ്. മുഅ്മിനീങ്ങളെല്ലാം ഒരു 2 മിനിറ്റ് എഴുന്നേറ്റു നിൽക്കുമോ? പരിശുദ്ധമായ റമളാനിന്റെ പാതിരാത്രിയാണ്. അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്ക്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ യോഗ്യമായ സമയമാണ്. കാരുണ്യത്തിന്റെ കേദാരമായ ഹബീബിനെ പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണ്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. കാരുണ്യവാനായ അല്ലാഹുവിനെ ഏകാന്തമായി ഭയന്നാൽ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതരേഖകൾ അടയാളപ്പെടുത്തിയെടുത്തെന്ന് ഒരു ചെറിയ പീസ് നിങ്ങളോട് പങ്കുവെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ റമളാനിലും അല്ലാത്തപ്പോഴും വലിയ ആരാധനയിലാണ്. ഒരു ദിവസം രാത്രിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നു. ആ നിസ്കാരത്തിൽ നിന്നപ്പോൾ ഒരു സ്വഹാബി പിന്നിൽ പോയി കൈകെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹ കഴിഞ്ഞിട്ട് ബഖറ ഓതി തുടങ്ങി. വിചാരിച്ചു 100 ആയത്ത് ഓതിയിട്ട് നിർത്തുമെന്ന്. ഇല്ല, അൽ ബഖറ മുഴുവനും ഓതി. സൂറത്തു ആലു ഇമ്രാൻ പാരായണം ചെയ്തു. നിസായിലേക്ക് കടന്നു. അത് മുഴുവനും ഓതിയിട്ട് റുകൂയിലേക്ക് പോയി. പിന്നെ ഇഅ്തിദാൽ കഴിഞ്ഞ് സുജൂദിലേക്ക് പോയി. നഹവം മിൻ ഖിയാമിഹി, എത്ര നേരമാണോ നിസ്കരിച്ചത് അത്രയും എത്ര നേരമാണോ നിന്ന് ഖുർആൻ ഓതിയത് അത്രയും നേരമതാ സുജൂദിൽ കിടക്കുന്നു. ആ നബി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്. മഅ്സൂമായ നബിതങ്ങൾ, ഒരു പാപവും വരാനിടയില്ലാത്ത നേതാവ് സുജൂദിൽ കിടന്ന് കരയുമ്പോൾ പിന്നിൽ നിൽക്കുന്ന സ്വഹാബി പറയുകയാണ്, സമിഅ്തു അസീസൻ കഅസീസിൽ മിർജലി മിനൽ ബുകാ. വറവ് ചട്ടിയിൽ സാധനം വറുക്കുന്ന ശബ്ദമാണ് റസൂലുള്ളാഹിന്റെ നെഞ്ചത്ത് നിന്ന് കേൾക്കുന്നത്. അത്രയും വലിയ ശബ്ദത്തോടെ ഹബീബിന്റെ നെഞ്ചകം എരിപൊരിയുകയാണ്. അല്ലാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. കൂട്ടുകാരാ, പെങ്ങളെ, രക്ഷിതാവേ, ഈ റമദാൻ മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലാഹുവിനെ ഓർത്തിട്ട് നമ്മുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി കണ്ണീരൊലിപ്പിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലെങ്കിൽ ഇനി സമയം കണ്ടെത്തേണ്ടതില്ലേ? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനേ, മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. കണ്ടില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ ഇമാമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വന്ന് സുബഹിക്ക് കൂടിയത് ഒരു ദിവസം മൂന്നാമത്തെ സഫിലാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇമാമായി മെഹ്റാബിൽ നിൽക്കുന്ന വാപ്പ ഖുർആൻ ഓതിയിട്ട് കരയുന്നു. സമിഅതു ശജീജ മിൻഹു, അതാ കരച്ചിൽ കേൾക്കുകയാണ്. കുട്ടികളില്ലേ, കരഞ്ഞിട്ട് ശ്വാസം മുട്ടിയിട്ട് നിൽക്കുന്നു, ശബ്ദം നിൽക്കുന്നു. ആ കരച്ചിലാണ് അറബിയിൽ ഷജീജ് എന്ന് പറയുന്നത്. അതുപോലെ കരഞ്ഞുപോയി. എല്ലാ മഹാന്മാരും അവരവരുടെ പരലോകത്തെ ഓർത്ത് കരഞ്ഞു. നമ്മൾ നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി കരഞ്ഞു. നമുക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ മോനെ? അല്ലാഹുവേ, ഞങ്ങളെ നീ നല്ലവരാക്കി തരണം റഹ്മാനേ. മൗലായ സ്വല്ലി വസല്ലം യാ അക്രമൽ ഖൽഖി മാ لمن نلوذ به سواك عند حلول الحادث العميم. مولاي ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسم منتقم. مولاي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم.